STP റാങ്കുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരടക്കം 19 പോലീസുകാരുടെ താമസം, യാത്ര, ഭക്ഷണം എന്നിവയുൾപ്പെടെ 14,79,876 രൂപ. 2,25,744 രൂപ GST അടക്കമാണ് ഈ തുക. മദനിയെ അനുഗമിക്കുന്ന പോലീസുകാരുടെ വിമാനയാത്ര ടിക്കറ്റ് നിരക്ക് ഇതിൽ പെടില്ല. തുക സർക്കാർ അക്കൗണ്ടിൽ എപ്പോൾ നിക്ഷേപിക്കുന്നുവോ അപ്പോൾ മദനിയുടെ യാത്രയുടെ മറ്റു നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പ് തുടങ്ങും. ഇത്രയും ഭീമമായ തുക ചെലവഴിച്ച് കേരളത്തിൽ പോകാനാവില്ലെന്ന് മദനി ശബ്ദ സന്ദേശത്തിലൂടെ പ്രതികരിച്ചു. വിഷയം കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ PDPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14 ലക്ഷം രൂപ അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി കെട്ടിവെക്കാനും പിന്നീട് വീണ്ടും ബാക്കി പൈസ കൊടുക്കാനും അത്രയും വലിയ ഭാരിച്ച ഒരു തുക കെട്ടിവെക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല 9.5 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിലും ഇപ്പോഴിവിടെ 7 വർഷക്കാലത്തിലധികമായി ഇവിടെയൊക്കെ ഇങ്ങനെ വിചാരണ തടവുകാരനായി കഴിയുന്ന എൻ്റെ അവസ്ഥ അതല്ല. യാത്രാ പരിപാടി വെട്ടിച്ചുരുക്കി മകന്റെ വിവാഹ ചടങ്ങിൽ മാത്രം സംബന്ധിച്ച് മടങ്ങുന്ന കാര്യം ആലോചനയിലാണ്. കർണാടക പോലീസിന്റെ നിലപാട് ചോദ്യം ചെയ്ത് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം അഭിഭാഷകരുമായി കൂടിയാലോചിക്കുമെന്നും മദനി ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. ഓഗസ്റ്റ് 1 മുതൽ 14 വരെ കേരളത്തിൽ തങ്ങാനായിരുന്നു സുപ്രീം കോടതി അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.